ഈ അങ്ങനെ ബോള് മാങ്കൂട്ടത്തിലിൻ്റെ കോർട്ടിൽ എത്തിയിരിക്കുകയാണോ എന്ന് സംശയമുണ്ട്. പന്ത് മാങ്കൂട്ടത്തിലിൻ്റെ കോർട്ടിൽ എത്തി എന്ന് കൃത്യമായി പറയാറാവണമെങ്കിൽ തിങ്കളാഴ്ചയാവണം. ഇപ്പോൾ രണ്ടാം കേസ് 23-കാരിയായ ബാംഗ്ലൂർ നിവാസിയായ സ്ത്രീയുടെ പരാതിയിൽ, അത് അതികഠിനമായ പീഡന പരാതിയാണ്. അപ്പോൾ ആ പരാതിയിൽ കേസ് അതിൽ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിരിക്കുന്നു. കാരണം ആദ്യ കേസിനേക്കാൾ കൂടുതൽ കടുത്ത വ്യവസ്ഥകളാണ് ആരോപണമായി ഉള്ളത്, കേസിൻ്റെ ആരോപണമായി ഉള്ളത്. അവിടെ ജാമ്യം ലഭിക്കുന്നു എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു താൽക്കാലിക ആശ്വാസമെങ്കിലും അവിടെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പന്ത് മാങ്കൂട്ടത്തിലെ കോർട്ടിലാണ് എന്ന് പറയാമെങ്കിലും കടുത്ത ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് എല്ലാ തിങ്കളാഴ്ചയും കോടതി മുമ്പാകെ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ മുമ്പാകെ ഹാജരാകണം, മാത്രമല്ല അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം. അപ്പോൾ അതിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച, വരുന്ന തിങ്കളാഴ്ച ആദ്യ കേസിൻ്റെ ഇത് വരികയാണ്, കോടതിയിലെത്തുകയാണ്. അവിടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ നീക്കി പുറത്ത് വരേണ്ടി വരുന്നു. കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ ആരും തന്നെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടില്ല, അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ പൊതുമധ്യത്തിലേക്ക് അദ്ദേഹം വരേണ്ടതുണ്ട്. കോടതിയിൽ വന്ന് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും ക്യാമറ കണ്ണുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ നീങ്ങാനുള്ള സാധ്യതയല്ലേ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിമിഷം, ഇനിയുള്ള മണിക്കൂറുകളിൽ തനിക്ക് അനുകൂലമായി വന്ന താൽക്കാലിക ആശ്വാസം, അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു, കോൺഗ്രസ് പാർട്ടി എങ്ങനെ പ്രതികരിക്കുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ വിരുദ്ധ സ്വരങ്ങളിൽ സംസാരിക്കുമോ, അതോ ബുദ്ധിപൂർവ്വം ഇത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തങ്ങളുടെ കക്ഷിയിൽപ്പെടുന്നയാളല്ല, ഞങ്ങളുടെ മുൻ പ്രവർത്തകൻ, നേതാവ് മാത്രമാണ്. ഇപ്പോൾ അദ്ദേഹവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന നിലപാട് കൃത്യമായി എല്ലാ നേതാക്കളും പരീക്ഷിക്കുമോ, അതോ കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ വിധിയിൽ വ്യത്യസ്തമായ സ്വരങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചതുപോലെ, പ്രത്യേകിച്ച് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ദിലീപിന് അനുകൂലമായി അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നതിനേക്കാൾ ദിലീപിന് നീതി കിട്ടിയ കാര്യം എടുത്തു പറയുന്നത് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അബദ്ധവാചകങ്ങൾ വരുമോ? ഇതൊക്കെ ചോദ്യചിഹ്നങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്. നിയമപരമായി മാങ്കൂട്ടം മറ നീക്കി പുറത്തു വന്നേ പറ്റൂ എന്ന് നിർബന്ധമില്ല. പക്ഷേ വരാൻ എന്താണ് തടസ്സം? ഇനി നോക്കുന്നത്, അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോട്ടുള്ളത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ളൊരു പോളിംഗ് ബൂത്തിലാണ്. അവിടെ വന്ന് താൻ വോട്ട് രേഖപ്പെടുത്തുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ് കൂടുതലും പ്രകോപിപ്പിച്ചത്. സത്യത്തിൽ ആ കേസിന് ഈ രീതിയിലൊക്കെ വഴിത്തിരിവുണ്ടാകാനുള്ള ഒരു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ താൽക്കാലിക സെറ്റ്ബാക്ക് മറികടന്നുകൊണ്ട് വീണ്ടും പൊതുരംഗത്ത് സജീവമായപ്പോഴാണ്. പരാതി, ഏറിലുണ്ടായിരുന്ന പരാതിയുടെ രൂപത്തിൽ ലിഖിതമായി കോടതിയിൽ എത്തുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്, കേസ് ഉണ്ടാകുന്നത് ആ ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജീവിതത്തിൽ മുന്നോട്ട് പോവുക? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കോൺഗ്രസ് പാർട്ടിയുമായി ഏതെങ്കിലും രീതിയിലുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹകരണം ഉണ്ടാകുമോ? അത് കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കോൺഗ്രസ്സുകാർ മത്സരിച്ചിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ആരെങ്കിലും വേറിട്ട സ്വരം പറയുമോ? ഷാഫി പറമ്പിലിന് കൂടി പ്രാധാന്യമുള്ള ഇടത്താണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. കാരണം പാലക്കാട് ജില്ല, കോഴിക്കോട് ജില്ല, അത് വടകര MP ആണ്, പാലക്കാടിൻ്റെ മുൻ MLA ആണ്. അതുകൊണ്ട് വടക്കൻ കേരളത്തിൽ ഇതിഹാസ തുല്യമായ ഒരു സ്ഥാനമുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശ്രീ ഷാഫി പറമ്പിലിന്. എങ്ങനെയാണ് ഷാഫി ഇഫക്റ്റ്? ഷാഫി ഒന്നും പറയാനുള്ള സാധ്യതയില്ല, അദ്ദേഹം ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ വലിയ പിന്തുണയാണ്, ജനപിന്തുണയാണ് ഷാഫി പറമ്പിലിനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഒരു വെട്ടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കാം എന്നായിരുന്നു ഒരുപക്ഷെ കേസ് മുന്നോട്ട് പോയപ്പോൾ ഒരുപക്ഷെ ഭരണപക്ഷത്തിൻ്റെ CPM-ൻ്റെ ഒക്കെ ഒരു താല്പര്യം. അത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിനകത്തൊരു നിഷ്പക്ഷ നിലപാടിൽ, കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തീർച്ചപ്പെടുത്തും. നിഷ്പക്ഷ നിലപാടാണെങ്കിൽ സാരമില്ല. പക്ഷേ ഇവിടെ ശ്രീ K. മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ കടുത്ത പരാമർശം, ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ വന്ന പരാമർശം
ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്ന് വന്ന വലിയ രീതിയിലുള്ള സദാചാര പ്രഘോഷണം എല്ലാം തന്നെ എന്ത് തരത്തിലുള്ള ഒരു ഇമേജാണ് പൊതുജനങ്ങളുടെ മധ്യത്തിൽ. കോൺഗ്രസ് നേതാക്കൾ ഒരേ സ്വരത്തിൽ സംസാരിച്ചാൽ കുഴപ്പമില്ല, വിരുദ്ധ സ്വരങ്ങളിൽ സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ തനി DNA. അങ്ങനെയാണ് എപ്പോഴും ചിതറി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസ് പെരുമാറുന്നത്. പക്ഷേ ഇപ്പോൾ പൊതുവെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആശ്വസിക്കാൻ വകയുണ്ട്. തങ്ങൾക്കെതിരെ തങ്ങൾ എത്രത്തോളം പീഡനം സഹിച്ച ഒരു കേസിലെ പ്രതി ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ജാമ്യവും ലഭിച്ചിരിക്കുന്നു. തങ്ങൾ മാന്യമായത് ചെയ്തു, ചെയ്യാനുള്ളത് ചെയ്തു, സംഘടനയിൽ നിന്ന് പുറത്താക്കി, അതിന് മുൻപ് തന്നെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു, അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വത്തിന് സാധുതയില്ലാതാക്കി, അത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ സ്ഥാനമില്ലാതെയാക്കി. അതിനു മുൻപ് തന്നെ ആദ്യഘട്ടത്തിൽ ഈ പരാതി പോലും വരുന്ന ആ ഘട്ടത്തിൽ, ആദ്യം ഇത് കേട്ടുകേൾവി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജി ചോദിച്ചു വാങ്ങി. ഇത്രയെല്ലാം കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്തു, ഇത് കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിപരമായി അപ്പം CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള കമ്പാരിസനുള്ള ഒന്നാന്തരം അവസരമാണ്. ഇതെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ ദിലീപ് വിഷയത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ദിലീപിന് ഇപ്പോൾ വിടുതൽ ലഭിച്ചതും കുറ്റവിമുക്തനാക്കപ്പെട്ടതും എല്ലാം വാർത്തയിൽ നിറഞ്ഞപ്പോൾ CPM-നെതിരെ ഇരട്ട നീതി എന്ന രീതിയിൽ CPM-ന്റെ ആരോപണ വിധേയർ, ശബരിമല കൊള്ള നടത്തിയവർ ഇപ്പോഴും വിഹരിക്കുന്നു, അല്ലെങ്കിൽ CPM-ൽ തന്നെ തുടരുന്നു. അറസ്റ്റിലാണ്, തടവിലാണെങ്കിൽ പോലും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ ഒരു പണിഷ്മെൻറ്റ് എന്തുകൊണ്ട് CPM അവരുടെ ആരോപണ വിധേയരായ MLA-മാർക്കും നേതാക്കൾക്കും നൽകുന്നില്ല എന്ന ഒരു ചോദ്യം ചോദിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഒരു സ്പേസാണ് നിറഞ്ഞ ചർച്ചയിലൂടെ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ശബരിമല വിഷയം മറച്ചു വെക്കുന്ന, ഷീൽഡ് ചെയ്തു വെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെയും ദിലീപിന് വിടുതൽ ലഭിച്ച വിഷയത്തെയും ഉപയോഗിക്കുന്നതിൽ CPM വിജയിച്ചതായി കാണാം. പക്ഷേ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുൻപ് ഇപ്പോൾ നിലവിലെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം തന്നെയാണ്, ഇടക്കാല ജാമ്യം, അതിൽ മുൻകൂർ ജാമ്യം തന്നെയാണ്. പക്ഷേ അവിടെ കോൺഗ്രസ് ആഹ്ലാദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം ദിലീപ് വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പമാണ്. അടൂർ പ്രകാശ് ദിലീപിനോടൊപ്പം ചേർന്നപ്പോൾ പാർട്ടി വിളിച്ചു വരുത്തി തിരുത്തിച്ചു. അതുപോലെ ഇവിടെയും അതിജീവിതയ്ക്കൊപ്പം നിന്നാലല്ലേ പറ്റുള്ളൂ. നാക്കിന് എല്ലുണ്ടാവുക എന്നത് ഒരു രാഷ്ട്രീയക്കാരന് അത്യാവശ്യം വേണ്ട ഒരു ഗുണമാണ്, ഒരു സവിശേഷ ഗുണമാണ്. എത്രത്തോളം കോൺഗ്രസ്സുകാർക്ക് ആ ഒരു തത്വം അറിയാമെന്ന് അറിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് കാട്ടിയ തെരഞ്ഞെടുപ്പ് ദിവസം, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്, ദക്ഷിണ സംസ്ഥാനങ്ങൾ വോട്ടിങ്ങിന് പോയപ്പോൾ രാവിലെ വോട്ട് ചെയ്തിറങ്ങി വന്ന് അടൂർ പ്രകാശ് അടൂർ വെച്ച് പറയുന്നു, അതിജീവിതയ്ക്കൊപ്പമാണ് പാർട്ടി എന്നൊക്കെയാണെങ്കിൽ പോലും ഇവിടെ നീതി കിട്ടിയത് അതായത് വേട്ടക്കാരനായി കരുതപ്പെട്ട ആളിനാണ്, ദിലീപിനാണ് എന്ന് പറയുമ്പോൾ അതൊരു തരം പിന്നീട് തിരുത്തി പറയേണ്ടി വന്നു. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു. അങ്ങനെ ചില പ്രസ്താവനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് താൽക്കാലിക ജാമ്യ സമയത്തും ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പടച്ചു വിടുമോ, അതിൽ മാത്രമാണ് ആശങ്ക. CPM-ന് കാര്യമായി ഒന്നും പറയാനില്ല. കോൺഗ്രസിനും CPM-നും ഒക്കെ ഇനിയും പറയാനുള്ള നിയമത്തിന് വഴിക്ക് പോട്ടെ എന്നതാണ്. BJP അത്തരത്തിൽ കാര്യമായി രംഗത്തില്ലതാനും. അതുകൊണ്ട് BJP ഒരു പക്ഷേ സൈലൻ്റായി നിന്നുകൊണ്ട് ഈ ചക്രവർത്തി പോരാട്ടത്തിൽ തങ്ങൾക്ക് വലിയ പങ്കാളിത്തമില്ല. അതുകൊണ്ട് സൈലൻ്റായി തങ്ങൾ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, കേഡറിനെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാൻ പാലക്കാട് നിലനിർത്തേണ്ടതുണ്ട്, അല്ലേ? പാലക്കാട് നഗരസഭ പന്തളം ഓൾറെഡി നിലനിർത്തപ്പെടുമോ എന്നറിയില്ല, വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതുമാത്രമല്ല, തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാവും എന്ന പ്രതീതി ജനിച്ചിരിക്കുന്നു. പക്ഷേ അതിന് സാധ്യത എത്രത്തോളമാണ്, അത് അപേക്ഷിക മാത്രമാണ്. അതുകൊണ്ട് BJP-യും ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചില്ല. ശബരിമല ഒന്നാം വിവാദ കാലത്ത്, അതായത് സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് BJP കൃത്യമായ നിലപാടെടുത്തു, കർശനമായി തെരുവുകളിലിറങ്ങി പ്രകമ്പം കൊള്ളിച്ചു. ഇപ്പോഴങ്ങനെയല്ല സംഭവിച്ചത്. അതുകൊണ്ട് BJP-യുടെ ഒരു സബ്ഡ്യൂഡ് ഒരു ക്യാമ്പയിനാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJP കഴിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതൊരു സമ്മിശ്രമായ ഒരു വികാരങ്ങളാണ് ഉയർത്തുന്നത്. ഇപ്പോൾ നിലവിൽ UDF-നെ ചെറുതായിട്ടെങ്കിലും ആശ്വസിക്കാവുന്ന വിധിയല്ല, ഇടക്കാല ഒരു ഉത്തരവാണ്. ജാമ്യം താൽക്കാലികമായിട്ടെങ്കിലും അനുവദിച്ചു, ഇടക്കാല ജാമ്യം അനുവദിച്ചു എന്ന് പറയും, മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കും ഒരു ആശ്വാസമാണ്. ആഹ്ലാദ പ്രകടനങ്ങൾ ഒരുപക്ഷെ ദോഷമായി വന്നേക്കാം എന്ന് മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.